അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. ഓക്കെ, രാജ്യത്ത് നടന്ന ഒരു വലിയ സംഭവത്തിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലുള്ള പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോടുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു സിനിമാ നടന്റെ അല്ല, കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം, ഒരു ജനപ്രതിനിധിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട് നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന്. അജിത്ത്, ഈ സംഭവത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിച്ചിട്ടുണ്ട് വൈദികർ. VHPക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് വൈദികർ. VHPയും വൈദികർക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കേസുകൾ ആ രീതിയിൽ നടക്കുന്നു. പോലീസാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞ മട്ടേയില്ല, ഇനിയും നടപടിയിട്ട് മുതിർന്നിട്ടില്ല. അങ്ങനെയാണ് ഈ കേസിന്റെ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ. ഒന്നും നടക്കാതെ പല വഴിക്ക് പല കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. ഇങ്ങനെ ഒരു സംഭവം അത് എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നൊക്കെ ഒന്ന് നിസാരവൽക്കരിക്കാൻ ഈ ഒരു കേന്ദ്രമന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നേരത്തെയും സമാനമായ രീതിയിൽ പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴും സുരേഷ് ഗോപിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും ഈ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം അജിത്ത്? കോടതിയിലേക്ക് ഇനിയിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ 2 കേസുകളും ഉള്ള സ്ഥിതിക്ക്, സുരേഷ് ഗോപിയുടെ പ്രതികരണം കൂടി കേട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ VHP പ്രവർത്തകരുടെ പരാതിയിൽ വൈദികർക്കെതിരെ കേസെടുക്കാനാണ് സാധ്യതയല്ലേ? തികച്ചും ഈ പ്രതികരണം എന്ന് പറയുന്നത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അക്രമങ്ങൾ ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് കേരളത്തിലെ ചില ഉദാഹരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ അക്രമങ്ങൾ ഒരു കോമൺ ആണ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ? ഈ വിഷയത്തെ ന്യായീകരിക്കുകയാണോ? ജബൽപൂരിലെ വിഷയത്തെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ഭാവമാകെ മാറുകയായിരുന്നു. വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ച മാധ്യമ സ്ഥാപനത്തിന്റെ പേരെന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള പൊട്ടിത്തെറിയാണ് പിന്നെ ഉണ്ടായത്. മാത്രമല്ല, അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സൗകര്യമില്ല. ആരോടാണ് ചോദിക്കുന്നതെന്ന് സൂക്ഷിച്ച് സംസാരിക്കണം, എന്താണ് ചോദിക്കുന്നതെന്ന് സൂക്ഷിച്ച് സംസാരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തോട് വിനീതമായി തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 700 പേർ ഇത്തരത്തിൽ ന്യൂനപക്ഷ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ കണക്കിന് മറുപടിയായിട്ടുള്ള കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ചോരക്കളിയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞു. കൂടാതെ ഈ ഒരു സീറ്റ് പൂട്ടിക്കുമല്ലോ എന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബ്രിട്ടാസിന്റെ ഒരു അക്ഷരം മാറ്റി വേണം അതിനെക്കുറിച്ച് പറയണമെന്ന് സുരേഷ് ഗോപി ആക്ഷേപിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. മാത്രമല്ല, ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നും പരാമർശമുണ്ടായി. നമ്മൾ ആലോചിക്കണം, ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നതെന്ന്. പ്രത്യേകിച്ചും വളരെ വൈകാരികമായ ഒരു വിഷയം, ജബൽപൂരിലെ വലിയ തരത്തിലുള്ള വിഷയം സമൂഹമാകെ ചർച്ച ചെയ്യുന്ന, രാജ്യമാകെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുമ്പോഴാണ് ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ ഇതെല്ലായിടത്തും നടക്കുന്നതാണല്ലോ, എല്ലാ രീതിയിലും കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ള മറുപടി സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായത്. അതേ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് വളരെ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം മാധ്യമങ്ങളോട് ഈ നിലയ്ക്ക് പൊട്ടിത്തെറിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകൾ ചോദിക്കുക, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുക തുടങ്ങിയ വ്യക്തിപരമായ രീതിയിലുള്ള ആ കാര്യങ്ങളെ മാറ്റാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തിയത്. പക്ഷേ മാധ്യമപ്രവർത്തകരാകെ തന്നെ ആ ചോദ്യത്തിന് പ്രാധാന്യമുണ്ടെന്നും ജബൽപൂരിലെ വിഷയത്തിൽ സാമാന്യവൽക്കരിക്കുന്ന നിലപാടാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും അടക്കമുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപിയോട് പറയുകയും ചെയ്തു.